ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF ഭരണസമിതിയുടെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനും എതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച ധർണയിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം TK സുധീഷ്, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് TK വർഗീസ്, JDU മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ, RJD മണ്ഡലം പ്രസിഡന്റ് AT വർഗീസ്, NCP മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് മണപ്പെട്ടി, INL മണ്ഡലം പ്രസിഡന്റ് റഷീദ് കാട്ടൂർ, CPIM ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് KR വിജയ എന്നിവർ പ്രസംഗിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ ഉല്ലാസ് കളക്കാട് സ്വാഗതവും ഡോക്ടർ KP ജോർജ് നന്ദിയും പറഞ്ഞു. കാൽ നൂറ്റാണ്ടായി അധികാരത്തിലിരിക്കുന്ന UDF ഭരണസമിതികളുടെ കെടുകാര്യസ്ഥതയിലും വികസന മുരടിപ്പിലും റോഡുകളുടെ ശോചനീയാവസ്ഥയിലും ആധുനിക അറവുശാലയും ഫിഷ് മാർക്കറ്റും പുതിയ ബസ് സ്റ്റാൻഡ് സമുച്ചയവും ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സും യാഥാർത്ഥ്യമാക്കാത്തതിലും പദ്ധതി വിഹിതം യഥാസമയം ചെലവഴിക്കാത്തതിലും ക്ഷേമ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ച് മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് LDF നേതാക്കൾ നേതൃത്വം നൽകി. തങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള നേരത്തെയുള്ള അവരുടെ അഹങ്കാരബോധം ജനകീയമായ താല്പര്യങ്ങളെ നഗ്നമായി ലംഘിക്കുന്നതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇരിഞ്ഞാലക്കുട നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം. കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുവികസന പദ്ധതികൾ നിഷേധിച്ചുകൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു ഭരണം ഇരിങ്ങാലക്കുടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യം, ഇവിടെ ആകെ നടക്കുന്നത് ലോഞ്ചിങ് സെറമണിയാണ് എന്നാണ്. ഉദ്ഘാടന മഹാമാണ്. ഉദ്ഘാടനം നടത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, പത്രത്തിൽ കൊടുക്കുന്നു, പ്രാദേശിക ചാനൽ വരുന്നു. ആ പദ്ധതികളുടെ യാതൊരു ഫോളോ അപ്പും നടത്താതെ ജനങ്ങൾക്ക് മേൽ വെല്ലുവിളി ഉയർത്തുന്ന ഈ ഭരണത്തെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കടലിലെറിയാൻ, പുഴയിലെറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾ സന്നദ്ധമാകും എന്ന പ്രഖ്യാപനമാണ് ഈ പ്രതിഷേധ മാർച്ചിലൂടെ ഇവിടെ പ്രകടിതമായിട്ടുള്ളത്.